ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകരക്ഷകനും ഏകരക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അത്യുന്നത നാമത്തിൽ ദേശവാസികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സത്യസുവിശേഷം ഇവിടെ പ്രസംഗിക്കുവാൻ ഇടയായതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവത്തിന്. ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന ദേശം, ഈ സുവിശേഷം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം ഇവിടെയും സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സുവിശേഷം ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ നല്ല വിശേഷമാണ്, നല്ല വാർത്തയാണ്. കല്ലുനിര ദേശവാസികൾക്ക് ഈ നല്ല വാർത്ത പകർന്നു നൽകുവാൻ, ഈ നല്ല വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവം അനുവദിച്ചതിനെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയും. നമ്മുടെ കാലഘട്ടം വളരെ കലുഷിതമായ ഒരു കാലഘട്ടമാണ്. മനുഷ്യരുടെ ഇടയിൽ വലിയ ഭിന്നത നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രങ്ങൾ വലിയ ഭിന്നതയിലാണ്. ലോകം വീണ്ടും മറ്റൊരു മഹായുദ്ധത്തിൻ്റെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സമീപസ്ഥമാണ് മറ്റൊരു യുദ്ധമെന്ന ആശങ്ക ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്തങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, അതുപോലുള്ള ദുരന്തങ്ങൾ മൂലം ആളുകൾ കഷ്ടപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പ്രാർത്ഥനാപൂർവമായ ഒരു അനുശോചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ സമീപ ദേശമായ വിലങ്ങാട്, അതുപോലെ വയനാട്ടിലെ വിവിധ സ്ഥലങ്ങൾ, ചൂരൽമല, ആ പ്രദേശത്തൊക്കെ വളരെ ആൾനാശവും ഭൂമിയും കൃഷിയിടവും ഒക്കെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടായി. ആ ദുരന്തത്തിന്റെ ഇരകളായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിനു മുമ്പിൽ അവർക്ക് നിത്യാശ്വാസം ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഇവിടെ നിൽക്കുന്ന, സ്വസ്ഥമായി ഇവിടെ നിൽക്കുന്ന, പ്രത്യേക ഭീഷണികളൊന്നും ഇപ്പോൾ നേരിടുന്നില്ലാത്ത നമ്മെ സംബന്ധിച്ച് ആ ദുരന്തത്തിന് ഇരയായ മനുഷ്യരെ നമ്മൾ അങ്ങനെ കാണുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വാക്ക് അതിനെക്കുറിച്ച് പറയാതെ കടന്നു പോകാൻ കഴിയില്ല. അവർ ആരും നമ്മളെക്കാൾ മോശം ആളുകളായിരുന്നില്ല എന്ന കാര്യം എല്ലാവരും അനുവർക്കണം. ലോകത്ത് മറ്റു ദേശങ്ങളിൽ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നതിൽ കൂടുതൽ വലിയ തിന്മ അവിടെ നിലനിന്നിരുന്നു. ആ ആളുകളെല്ലാം ആ തിന്മയ്ക്ക് വശംവദരായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു എന്ന ചിന്താഗതി പുലർത്തേണ്ടതില്ല. അവരാരും നമ്മളെക്കാൾ മോശമായിരുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഈ കാര്യത്തിൽ ദൈവം നമ്മോട് കാണിച്ച വലിയ കരുണയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കണം എന്ന് ആണ് പറയുവാനുള്ളത്. നിഷ്കളങ്കരായ നിരപരാധികളായ കുഞ്ഞുങ്ങളും വൃദ്ധരും മാതാപിതാക്കളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു നൊടിയിട കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. അവരുടെ ജീവനോടും ജീവൻ ആധാരമായിട്ടുള്ള എല്ലാ വസ്തുവകകളോടും കൂടി നമുക്ക് ആ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ജീവൻ ബലിയായി നൽകി
നമുക്ക് ഒരു പാഠം നൽകിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ആ മനുഷ്യർ നമ്മളെക്കാൾ മോശമായിരുന്നില്ല എന്ന് ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ഓർക്കണമേ. നമ്മെപ്പോലുള്ള മനുഷ്യരായിരുന്നു. ആ ആളുകൾ അവരുടെ ജീവൻ നൽകി നമുക്ക് നൽകുന്ന ഒരു താക്കീതുണ്ട്, ദൈവികമായ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അതായത് ദൈവം തിന്മയെ ദ്വേഷിക്കുന്നു എന്നത്. അങ്ങനെ ദൈവത്തിന്റെ ആ ഒരു രക്ഷാപദ്ധതിയുടെ ഭാഗമായി നമ്മൾ മാറേണ്ടതിന് ആ താക്കീത് മുഖവിലേക്ക് എടുക്കുകയും ഇത്തരം ദുരന്തങ്ങൾക്ക് നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പാപങ്ങൾ കാരണമായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയുവാനും ആ മരിച്ചുപോയ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള നിയോഗമാണ് ഇപ്പോൾ നമുക്കുള്ളത് എന്ന് എല്ലാവരും ഓർത്തിരിക്കട്ടെ. അവർ നമുക്ക് നൽകുന്ന താക്കീതും പാഠങ്ങളും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഞാൻ തുടങ്ങി വെച്ച കാര്യത്തിലേക്ക് വരികയാണ്. ലോകത്ത് എന്തുകൊണ്ട് ഇത്രമാത്രം വ്യാപകമായ തിന്മ നടമാടുന്നു? എന്തുമാത്രം വലിയ തിന്മകളാ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്കെതിരെ, രാഷ്ട്രങ്ങൾക്കെതിരെ വലിയ പോരാട്ടത്തിലാ. മനുഷ്യരിപ്രകാരം പരസ്പരം പോരടിച്ചുകൊണ്ട് പരസ്പരം ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ദൈവത്തിന് മനുഷ്യരെ കുറിച്ചുള്ള, ലോകത്തെ കുറിച്ചുള്ള പദ്ധതികൾക്ക് വിരുദ്ധമാണ് എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തെന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് താൻ സ്നേഹിച്ച് പരിപാലിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന മനുഷ്യർ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി, വംശ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യരെന്ന നിലയിൽ പരസ്പരം സ്നേഹിക്കുകയും ഈ ഭൂമിയിൽ ദൈവരാജ്യം, അതായത് സ്നേഹം നിയമമായിട്ടുള്ള ഒരു രാജ്യം സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ്. നമുക്ക് പക്ഷേ മനുഷ്യനെ സ്നേഹിക്കുന്നതിന് പല തടസ്സങ്ങളുണ്ട് എന്ന് നമ്മൾ കാണുന്നു. നമുക്ക് രാഷ്ട്രീയം തടസ്സമാണ്, നമുക്ക് മതവും ജാതിയും വർണ്ണവർഗ വ്യത്യാസങ്ങളും തടസ്സമാണ്, സാമ്പത്തിക സ്ഥിതി തടസ്സമാണ്. അതിനപ്പുറം, ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അപ്പുറം ഒരുവൻ മനുഷ്യനായിരിക്കുന്നു എന്നതിനാൽ തന്നെ സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ളവനാണ് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നിടത്ത് ആ ലോകത്ത് ശാന്തിയും സമാധാനവും കൈവരാൻ പോകുന്നത്. മതത്തിന് അതീതമായി മനുഷ്യൻ സ്നേഹിക്കപ്പെടുവാൻ അർഹനാണ്, യോഗ്യനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ലോകത്തിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ പോകുന്നത്. മനുഷ്യരെന്ന നിലയിൽ പരസ്പരം സ്നേഹിക്കാനുള്ള നമ്മുടെ കടമ അത് ദൈവകൽപിതമാണ് എന്നതിനാൽ ആ സ്നേഹത്തിന്റെ വഴിയിൽ നിന്ന് മനുഷ്യൻ ഏതെങ്കിലുമൊക്കെ വിഭാഗീയ താല്പര്യങ്ങളുടെ പേരിൽ പിന്മാറുമ്പോൾ അവിടെ അസ്വസ്ഥതയും ഭിന്നതയും അരാജകത്വവും കലാപങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്നു എന്നതാണ് സത്യം. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ നടക്കുന്നത്? എന്തുകൊണ്ട് ഈ കൊലപാതകങ്ങൾ? എന്തുകൊണ്ട് പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ? എന്തുകൊണ്ട് വിവിധ സമുദായങ്ങൾ അല്ലെങ്കിൽ മതസമൂഹങ്ങൾ ഇത്തരം മതസമൂഹങ്ങളെ മനുഷ്യരെ ഉന്മൂലനം ചെയ്യാൻ എന്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നു എന്ന കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാ. ലളിതമാ അതിന് ഉത്തരം. അതിന് വിശുദ്ധ ബൈബിൾ നൽകുന്ന ഒരു ഉത്തരമുണ്ട്. ദൈവത്തിന്റെ സത്യവചനമായ ഈ ബൈബിൾ നൽകുന്ന ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം എന്തെന്നറിയാമോ? നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്, നിങ്ങൾ അടിമത്തത്തിലേക്ക് ജനതകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തടിമത്തം? വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അതുപോലെ സ്വാർത്ഥതയുടെയും ഒക്കെ അടിമത്തത്തിലേക്ക് മനുഷ്യർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മനുഷ്യൻ അജ്ഞത മൂലമാണ് ഈ അടിമത്തത്തിലേക്ക് നീങ്ങുന്നത്. മനുഷ്യൻ അന്ധകാരത്തിൽ കഴിയുന്നത് അജ്ഞത മൂലമാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ചോദ്യമില്ലേ? എന്തിനെ കുറിച്ചുള്ള അജ്ഞതയാ? ആരെക്കുറിച്ചുള്ള അജ്ഞതയാണ് മനുഷ്യനെ അന്ധകാരത്തിൽ നിലനിർത്തുന്നത്? അങ്ങനെ പാരതന്ത്ര്യത്തിൽ, അന്ധകാരത്തിൽ, അടിമത്തത്തിൽ, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അടിമത്തത്തിൽ മനുഷ്യനെ തളച്ചിടുന്ന അജ്ഞത എന്തിനെ കുറിച്ചുള്ള അജ്ഞത? ആരെക്കുറിച്ചുള്ള അജ്ഞതയാണ് മനുഷ്യനെ ഈ അന്ധകാരത്തിൽ തളച്ചിടുന്നത്? പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിലെ സത്യവചനം തന്നെ അതിന് ഉത്തരം നൽകുന്നു. അത്
ദൈവത്തിന്റെ ശക്തിയും വിശുദ്ധ ലിഖിതങ്ങളും അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നു? അതിന് ഉള്ള കാരണം ഇതാ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ ശക്തിയെയും വിശുദ്ധ ലിഖിതങ്ങളെയും കുറിച്ചുള്ള അജ്ഞതയാണ് മനുഷ്യനെ അന്ധകാരത്തിൽ തളച്ചിടുന്നത്, അടിമത്തത്തിൽ തളച്ചിടുന്നത്. എന്താണ് ദൈവത്തിന്റെ വചനത്തിന്റെ സാരസംഗ്രഹം? എന്താണ് വചനത്തിന്റെ അജ്ഞത എന്ന് പറയുമ്പോൾ, വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ചുള്ള അജ്ഞത എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ചുള്ള അജ്ഞത എന്ന് പറയുന്നത് വളരെ ചുരുക്കി പറയാവുന്ന ഈ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ, ബൈബിളിൽ, ദൈവത്തിന്റെ സത്യവചനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള അജ്ഞത നിങ്ങളെ അടിമത്തത്തിലാക്കുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ലളിതമാണ്. അതിതാണ്. എന്താണ്? അതായത് മനുഷ്യന് ഈ ലോകത്തിൽ സമാധാനത്തിലും ശാന്തിയിലും സ്നേഹത്തിലുള്ള സഹവർത്തിത്വത്തിലും ജീവിക്കുന്നതിന് വേണ്ടി ദൈവം നൽകിയ ഒരു നിയമം. മനുഷ്യൻ ദൈവം നൽകിയ വിശുദ്ധ ലിഖിതത്തിലൂടെ നൽകിയ പ്രബോധനം, അത് വളരെ ചുരുക്കത്തിൽ നമുക്ക് പറയാവുന്നതാണ്. അതിതാണ്. ഒന്നാമത്, മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കാൻ കടപ്പെടുന്നു. തൻ്റെ സർവശക്തിയോടും കൂടി, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ സ്നേഹിക്കാൻ മനുഷ്യൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം അതാ. വിശുദ്ധ ബൈബിൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കണം എന്നതുപോലെ തന്നെ സുപ്രധാനമായ മറ്റൊരു കൽപ്പന അവിടുന്ന് നൽകിയിരിക്കുന്നു. അത് നിന്റെ സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നതാ. ഇവിടെ സഹോദരൻ എന്ന് പറയുന്നത് ഒരമ്മയ്ക്ക് പിറന്ന മക്കൾ തമ്മിൽ എന്നല്ല. പിന്നെയോ മനുഷ്യരായി ഭൂമുഖത്തുള്ള സകലരും, മനുഷ്യരായി ഭൂമിയിൽ ജനിച്ച സകലരും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെടുന്നു എന്നാണ് ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്. അപ്പോൾ സ്നേഹിക്കുക എന്നത് ഒന്നാമത് ദൈവത്തെയും രണ്ടാമത് സഹോദരങ്ങളെയും സ്നേഹിക്കുക എന്നതാണ് എല്ലാവിധ അടിമത്തത്തിൽ നിന്നും അന്ധതയിൽ നിന്നും മോചനം നേടുന്നതിന് മനുഷ്യന് ദൈവം കൽപ്പിച്ചു നൽകിയിരിക്കുന്ന ഒന്നാമത്തെ കൽപ്പന. സ്നേഹിക്കുക എന്നത്, പരസ്പരം സ്നേഹിക്കുക എന്നത്. മനുഷ്യർ ഒന്നാമത് ദൈവത്തെ സ്നേഹിക്കണം, രണ്ടാമത് പരസ്പരം സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്ത് കാണുന്ന ഒരു സത്യമുണ്ട്. മനുഷ്യർ തമ്മിലുള്ള ഭിന്നതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന് മതപരമായ വൈജാത്യങ്ങളാണ്, വ്യത്യസ്തതകളാണ്. മനുഷ്യനെന്ന നിലയിൽ പരസ്പരം സ്നേഹിക്കുന്നതിന് തടസ്സമായി ഒന്നാമത് നിൽക്കുന്നത് മതപരമായ വൈജാത്യങ്ങളാണ്, വ്യത്യസ്തതകളാണ്. അത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം മനുഷ്യന്റെ ദൈവസാക്ഷാത്കാരത്തിനുള്ള ഉപാധി എന്ന നിലയിലാണ് മതങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതും അവ പ്രവർത്തിക്കുന്നതും. എന്നാൽ അത് തന്നെ മനുഷ്യർ തമ്മിലുള്ള ഭിന്നതയ്ക്കും മനുഷ്യർ തമ്മിലുള്ള ഏറ്റുമുട്ടലിനും കൊലപാതകത്തിനും പരസ്പര ഉന്മൂലനത്തിനും കാരണമാകുന്നു എന്നത് എത്ര വേദനാജനകമാണ്. അത് വളരെ വേദനാജനകമല്ലേ? അപ്പൊ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? മതങ്ങൾ അനുശാസിക്കുന്ന, വ്യത്യസ്ത മതങ്ങൾ അനുശാസിക്കുന്ന തത്വങ്ങൾ മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നതിന് അവരെ തടയുന്നു എങ്കിൽ അത് തീർച്ചയായും അവിശ്വാസവും പ്രബോധനങ്ങളും പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാനിവിടെ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏകരക്ഷകനും ലോകരക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, ആ സുവിശേഷം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാ. അത് ജാതി മതത്തിനപ്പുറം, രാഷ്ട്രദേശ ഭാഷകൾക്കപ്പുറം, എല്ലാ സാംസ്കാരികമായ വൈജാത്യങ്ങൾക്കും അപ്പുറം മനുഷ്യനായിരിക്കുന്നു എന്നത് പരസ്പരം മനുഷ്യർ സ്നേഹിക്കാൻ അവനെ കടപ്പെടുത്തുന്ന കാര്യമാണ്. അതിന് മതം തടസ്സമായി കൂടാ. മനുഷ്യനെ സ്നേഹിക്കുന്നതിന് മതം തടസ്സമായി കൂടാ. മനുഷ്യനെ സ്നേഹിക്കുന്നതിന് പാർട്ടി തടസ്സമായി കൂടാ, ജാതി തടസ്സമായി കൂടാ, നിറം തടസ്സമായി കൂടാ, സാമ്പത്തിക സ്ഥിതിയും സാമൂഹ്യ പദവിയും തടസ്സമായി കൂടാ. എന്തുകൊണ്ട്?
എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വളരെ ക്ലിയർ ആണ്. മനുഷ്യൻ എന്ന സൃഷ്ടി എല്ലാ സൃഷ്ടികളുടെയും മകുടമാണ്, കിരീടമാണ്. അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ്, കിരീടമാണ്. അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എന്നറിയുക. അങ്ങനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ഈ ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും പേർന്നു എന്നതിനാൽ, ദൈവം തന്റെ സ്നേഹാതിരേകത്താൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതിനാൽ, സകല മനുഷ്യർക്കും വേണ്ടി ദൈവം സൃഷ്ടിച്ച പൊതുഭവനമാണ് ഈ ഭൂമി എന്നതിനാൽ, സകല മനുഷ്യരും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം അവൻ ദൈവ ഛായ പേർന്നു എന്നതാ. അവൻ ദൈവത്തിന്റെ സാദൃശ്യമുള്ളവനാണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഈ ലോക സമ്പത്ത് ഒന്നായി വില നൽകാൻ തക്ക വിധം അതിലും വലിയ വിലയുള്ള ഒരു ആത്മാവിനെ ഓരോ മനുഷ്യനിലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്രകാരം ഓരോ മനുഷ്യനും ഇത്ര അധികമായ വിലയുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ പങ്ക് വഹിക്കുന്നവനാകയാൽ അവൻ മാനിക്കപ്പെടേണ്ടവനാണ്, അവൻ രക്ഷിക്കപ്പെടേണ്ടവനാണ്, അവൻ സ്നേഹിക്കപ്പെടേണ്ടവനാണ് എന്ന തത്വം ആർക്കും നിഷേധിക്കാനായി സാധിക്കുകയില്ല. പലപ്പോഴും നമ്മൾ കാണുന്നത് ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നതിൽ നിന്ന് അവരെ തടയുമ്പോൾ, അവർ അകന്ന് മാറി നിൽക്കുമ്പോൾ അവിടെ ദൈവം മരിക്കുന്നു എന്നതാണ് സത്യം. കാരണം ദൈവം എവിടെയുണ്ടോ അവിടെ സ്നേഹമുണ്ട്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ സ്നേഹത്തിന്റെ ഉറവിടം ദൈവമാകുന്നു. സ്നേഹത്തിന്റെ ഉറവിടം ദൈവമാകുന്നു. ദൈവത്തിന്റെ സ്നേഹം സ്വന്തമാക്കാത്തവൻ അവൻ തീർച്ചയായും ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹം സ്വന്തമാക്കിയവൻ സഹോദരനെ സ്നേഹിച്ച് പോകും. അവൻ സ്നേഹിക്കാതിരിക്കാനാവില്ല. അങ്ങനെ ദൈവത്തിന്റെ നിന്ന് സ്നേഹം സ്വീകരിച്ച ഒരുവന് ഈ ലോകത്തിൽ സ്നേഹം പുലരുന്നത് കാണാൻ അവൻ ആഗ്രഹിക്കും. ഈ ലോകത്തിൽ സ്നേഹം നിയമമായുള്ള ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള സ്വപ്നം അവനുണ്ടാകും. കാരണം സ്നേഹം എപ്പോഴും അവരന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല എന്ന് മാത്രമല്ല, സ്നേഹത്തിന് പകരമായി പിന്നെ അവന്റെ ഉള്ളിലുള്ളത് എന്ത്? സ്നേഹത്തിന് പകരമായി ഒരുവന്റെ ഉള്ളിലുള്ളത് എന്ത്? സ്നേഹം അവൻ മാറ്റിവെച്ചാൽ തീർച്ചയായും അത് പിന്നെ അവിടെയുള്ളത് സ്വാർത്ഥതയും വിദ്വേഷവും വെറുപ്പുമാണ്. അതെവിടെ നിന്ന് വരുന്നു? ഞാൻ സൂചിപ്പിച്ചല്ലോ, സ്നേഹം ദൈവത്തിൽ നിന്നാണ്. സ്നേഹത്തിന്റെ ഉറവിടം ദൈവമാണ് എങ്കിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഉറവിടം ആരാണ്? വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പകയുടെയും വൈരാഗ്യത്തിന്റെയും ഉറവിടം ചെകുത്താനാണ്, സാത്താനാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. നമ്മളിൽ ആരെങ്കിലും അങ്ങനെ സാത്താന്റെ പ്രേരണയാൽ നയിക്കപ്പെടുന്നവരുണ്ടോ? അധമമായ സ്നേഹത്താൽ സ്നേഹിക്കുന്നവരുണ്ടോ? എല്ലാ സ്നേഹവും ഒരുപോലെ ശ്രേഷ്ഠമല്ല. ദൈവത്തിൽ നിന്ന് സ്നേഹം സ്വീകരിച്ചവൻ ഉദാത്തമായ സ്നേഹത്താൽ അവരെന്നെ സ്നേഹിക്കും. തന്നെ പരിത്യജിച്ച് അവരെന്നെ സ്നേഹിക്കുമെങ്കിൽ ഈ പറഞ്ഞ സ്വാർത്ഥ സ്നേഹം, അതായത് പൈശാചികമായ അധമ സ്നേഹം സ്വന്തമാക്കിയവൻ എന്ത് ചെയ്യും? അവൻ ആളെ ജാതി നോക്കി സ്നേഹിക്കും, പണം നോക്കി സ്നേഹിക്കും, മതം നോക്കി, പാർട്ടി നോക്കി സ്നേഹിക്കും. അവന് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, സഹോദരനെ ദ്വേഷിക്കുന്നവൻ കൊലപാതകിയാണ്. ആരായി സഹോദരൻ? സ്വന്തം അമ്മയ്ക്ക് പിറന്ന ഗുണപ്രഭനെ അല്ല, പിന്നെയോ അവൻ മുമ്പിൽ കാണുന്ന മനുഷ്യനെയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ വെറുക്കുന്നവൻ, സ്വന്തം സഹോദരനെ വെറുക്കുന്നവൻ, അവൻ കൊലപാതകിയാ. കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു കാര്യം ബൈബിൾ അസന്നിഗ്ധമായി പറയുകയാ. നീ കാണുന്ന നിന്റെ സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത നിന്റെ ദൈവത്തെ സ്നേഹിക്കാം എന്ന് പറയുന്നത് ഭോഷത്വമാണ്, നുണയാണ്, ആത്മവഞ്ചനയാണ്. നിന്റെ മുമ്പിൽ നീ കാണുന്ന നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കാനാവുന്നില്ലെങ്കിൽ
നീ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നുണയാണ്, വഞ്ചനയാണ്, അത് തെറ്റാണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുക. നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാവുകയില്ലേ? കാണപ്പെടുന്ന സഹോദരനെ കാരണങ്ങളൊന്നുമില്ലാതെ വെറുക്കുന്നു. അവൻ മറ്റൊരു മതസ്ഥനായതുകൊണ്ട്, മറ്റൊരു പാർട്ടിയിൽപ്പെട്ടവനായതുകൊണ്ട്, അവന് നിറകുറവായതുകൊണ്ട്, സാമ്പത്തികം കുറവായതുകൊണ്ട് അവനെ ഞാൻ സ്നേഹിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അതിന്റെ പിന്നിലുള്ള പ്രേരണ പൈശാചികമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ സ്നേഹത്താൽ എല്ലാവരെയും സ്നേഹിക്കും എന്ന സത്യം നമുക്ക് തിരിച്ചറിയാം. ഇനി അടുത്തതായി, അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ കാരണം, 2 കാരണങ്ങളാണ് മനുഷ്യർ അന്ധകാരത്തിൽ കഴിയുന്നത് എന്ന് പറഞ്ഞു. ഒന്ന്, മനുഷ്യനെയും ദൈവത്തെ സ്നേഹിക്കുക എന്ന കൽപ്പന. രണ്ടാമത്, ദൈവത്തിന്റെ ശക്തി അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്, നിങ്ങൾ അന്ധകാരത്തിൽ കഴിയുന്നത് എന്ന് വിശുദ്ധ ലിഖിതങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുക. ദൈവത്തിന്റെ ശക്തി അറിയാത്തത്. പ്രിയമുള്ളവരെ, എന്താണ് ദൈവത്തിന്റെ ശക്തി എന്ന് ഇവിടെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ശക്തി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ സൃഷ്ടപ്രപഞ്ചത്തെ തന്റെ വാക്കിനാൽ ഉരുവാക്കിയവന്റെ ശക്തി, അതിനുള്ള ശക്തി എന്ന് നമ്മൾ ധരിക്കും. ശരിയാണ്, തെറ്റൊന്നുമല്ല. സർവശക്തനാണ് ദൈവം. ഈ ദൈവം സർവശക്തനാണ്. അങ്ങനെ സർവശക്തനായ ഈ ദൈവം മനുഷ്യരുടെ മുമ്പിൽ അവന്റെ ശക്തി ഏറ്റവും ശ്രേഷ്ഠമായി, മഹനീയമായി, അവന് സ്വീകാര്യമായി പ്രകടിപ്പിച്ചിട്ടുള്ളത് തന്റെ സ്നേഹത്തിലാണ് എന്ന് തിരിച്ചറിയുക. ദൈവത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ സ്നേഹമാ, മനുഷ്യരോടുള്ള അവിടുത്തെ സ്നേഹമാ. ആ സ്നേഹമാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, നമുക്ക് നേരെ വരുന്ന ശത്രുക്കളെയും ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ തന്നെയും തന്റെ അങ്കുലി ചലനത്താൽ തകിടം മറിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവമെന്ന് ഒരു പ്രയോഗം അവിടെ ഉണ്ട്. ആ ശക്തി ദൈവത്തിനുണ്ട്, അറിയാം നമുക്കെല്ലാം. തന്റെ വാക്കിനാൽ ഇതെല്ലാം ഉരുവാക്കിയവനാണ് ദൈവം എന്ന സത്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നാം ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയണം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ക്ഷമിക്കുകയും എന്ത് വന്നാലും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ശക്തിയാ. പ്രിയമുള്ളവരെ, എങ്ങനെയാ ഈ ഭൂമിയിൽ, ലോകത്തിൽ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടത്? ഇതിനെ കുറിച്ചാ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലോകരക്ഷകനും ഏകരക്ഷകനുമായി ദൈവത്താൽ നിർണയിക്കപ്പെട്ട ഭൂമിയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് അയക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടത് എന്ന് സകലരും തിരിച്ചറിയട്ടെ. യേശുവിലാണ് ദൈവത്തിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടത്. എങ്ങനെ? അവൻ പറഞ്ഞ ഒരു വചനമുണ്ട്, സ്വന്തം സ്നേഹത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു. ആ സ്നേഹം അവൻ ജീവിച്ചു കാണിച്ചു എന്നുള്ളതാ. കർത്താവായ യേശുക്രിസ്തു കുറച്ച് തത്വങ്ങൾ പറഞ്ഞിട്ട് കടന്നുപോയ ഒരു മതാചാര്യനല്ല. പിന്നെയോ സകല ജനതകൾക്കും വേണ്ടി ലോകത്തിലേക്ക് ദൈവം അയച്ച രക്ഷകനായ യേശുക്രിസ്തു, രക്ഷകനായ ദൈവം. അവനിലൂടെ വെളിപ്പെട്ട സ്നേഹം, അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടത്. അവന്റെ സ്നേഹത്തിന്റെ ശക്തി രക്ഷാകരമാണ്. അവൻ കാൽവരി കുരിശിൽ പിടഞ്ഞ് മനുഷ്യർക്ക് വേണ്ടി ബലിയായി സ്വയം അർപ്പിച്ചത് ഈ സ്നേഹത്തെ പ്രതിയാണ് എന്ന് സകല മനുഷ്യരും തിരിച്ചറിയട്ടെ. ഇപ്രകാരം ഒരു ബലിയർപ്പിച്ച മറ്റാരുമില്ല കേട്ടോ. യേശുക്രിസ്തു പറഞ്ഞ പല തത്വങ്ങളും പറഞ്ഞ പല ആളുകളും ഉണ്ടാകും. എന്നാൽ അവനെ പോലെ ഈ ലോകത്തിലുള്ള മനുഷ്യരെ സ്നേഹിച്ച മറ്റാരുമില്ല എന്ന് എല്ലാവരും അറിയട്ടെ. കാരണം ദൈവമായിരിക്കെ മനുഷ്യരൂപമെടുത്തുകൊണ്ട് മനുഷ്യരിൽ ഒരുവനായി എണ്ണപ്പെട്ട് മനുഷ്യരോട് കൂടെ ജീവിച്ച് മനുഷ്യർക്ക് പ്രബോധനം നൽകി മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട് കാൽവരി കുരിശിൽ മനുഷ്യർക്ക് വേണ്ടി ബലിയായി തീർന്നു എന്നിടത്താണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം എന്ന് തിരിച്ചറിയുക. പലപ്പോഴും പല ആളുകളും ധാരണ പെശകുകൊണ്ടൊക്കെ പറയാറുണ്ട്, എന്ത് യേശുക്രിസ്തു ആ കാലത്തെ യഹൂദ മത നിയമങ്ങൾ, യഹൂദനായിരുന്നു, യഹൂദ മത നിയമങ്ങൾക്കെതിരെ യഹൂദ ആചാര്യന്മാർക്കെതിരെ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് അവനെ പിടിച്ച് കുരിശത്തടച്ച് കൊന്നതാണ് എന്ന് പറയുന്നവരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക,
വിവിധ മതഗ്രന്ഥങ്ങളില്, പുരാണ ഗ്രന്ഥങ്ങളിൽ, അതുപോലെ പ്രവാചക ഗ്രന്ഥങ്ങളിലൊക്കെ യേശുവിന്റെ ജനനത്തെക്കുറിച്ചും അവന്റെ ബലിയെക്കുറിച്ചും അവനിലൂടെ പൂർത്തിയാകാൻ ദൈവമൊരുക്കിയ രക്ഷാപദ്ധതിയെ കുറിച്ചും പരാമർശമുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു. യേശുവിലൂടെ എല്ലാം അവനിലൂടെ നിലനിൽക്കുന്നു, അവന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ യേശു ക്രിസ്തു ദൈവമാകുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മേൽ അധികാരമുള്ളവനായി ദൈവം നിയോഗിച്ച് അവരോധിച്ച് ഉയർത്തിയ ദൈവം തന്നെയായ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു മനുഷ്യർക്ക് വേണ്ടി ബലിയായി തീർന്നു എന്ന് പറയുന്നതിന് പകരം അവനെ കൊന്നുകളഞ്ഞു എന്ന് പറയുന്നത് അതിന്റെ ഭോഷത്വം ഒന്ന് ആലോചിക്കണം. എന്തെന്നാൽ 4 നീളമുള്ള 3 ആണികൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് ഒരു തടിക്കഷത്തോട് ചേർത്ത് ബന്ധിക്കാമെന്നോ? എന്തൊരു ഭോഷത്വമാണത്! അലങ്കം വിലങ്കം വെച്ച 2 മരക്കഷണങ്ങളിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സർവശക്തനായ ദൈവവുമായവനെ ബന്ധിച്ചു നിർത്താമെന്നോ? സാധ്യമല്ലല്ലോ, സാധ്യമല്ല. പിന്നെയോ അവൻ ആ കുരിശിനെ തന്റെ മാറോട് ചേർത്ത് പുണരുകയായിരുന്നു. അത് നിന്നോടുമുള്ള സ്നേഹത്തെ പ്രതിയായിരുന്നു എന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയട്ടെ. ആ സ്നേഹത്തിലാണ് രക്ഷ അടങ്ങിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കുന്നു, ഞാൻ ഏകരക്ഷകനും ലോകരക്ഷകനുമാണ് ക്രിസ്തു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അവനെപ്പോലെ മനുഷ്യകുലത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ബലിയായി, സ്വയം ബലിയായി തീർന്നവരാരുമില്ല. താൻ ദൈവമായിരിക്കെയാണ് അവൻ ഇപ്രകാരം മനുഷ്യർക്ക് വേണ്ടി ബലിയായി തീർന്നത് എന്ന് മനുഷ്യരെല്ലാവരും, സകല മനുഷ്യരും അറിയട്ടെ. യേശുവിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട്. അവൻ ദൈവമാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. യേശു ദൈവമാണ് എന്ന് അവൻ പറഞ്ഞ ഒരു വചനം ബൈബിളിൽ കാണിച്ചു തരാവുന്ന ഒക്കെ ചോദിക്കുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നല്ല 1000 വചനങ്ങളാ, ഒന്നല്ല 1000 വചനങ്ങളാ താൻ ദൈവമാണെന്ന് യേശു ക്രിസ്തു തൻ്റെ അധരങ്ങൾ കൊണ്ട് മൊഴിഞ്ഞ തിരുവചസ്സുകളിൽ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. 1-2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. താൻ ദൈവമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ? ഒരാള് ഇതിനകത്ത് ചോദിക്കുന്ന ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കാണാനിടയായി. അതില് അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെയാ, താൻ ദൈവമാണെന്ന് യേശു ക്രിസ്തു പറഞ്ഞ ഒരു വചനം ഈ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ കാണിച്ചു തരാൻ കഴിയുമോ? ഒരു വചനം കാണിക്കാമോ എന്നാണ് ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കാണിച്ചു തന്നാൽ എന്റെ വിശ്വാസം ഉപേക്ഷിച്ച് ഞാൻ ആ വിശ്വാസം സ്വീകരിച്ചു കളയും അത്രേ. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഇനി കാര്യങ്ങളുടെ ഗതി എങ്ങനെ പോകുന്നെന്നോ അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നു. ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു, ഉത്തരവും അദ്ദേഹം പറയുന്നു. ഇല്ല, ഇതിനകത്ത് ഒരു വചനവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അവിടെ അവസാനിക്കുന്നില്ല അതിനകത്തെ ഒരു വൈരുദ്ധ്യം. പിന്നെയോ ബൈബിളിൽ പരിശോധിച്ച് യേശു ക്രിസ്തു താൻ ദൈവമാണ് എന്ന് പറഞ്ഞ വചനം കണ്ടെത്തുവാൻ അദ്ദേഹം ആരെയും അനുവദിക്കുന്നില്ല. അതാണ് അതിനകത്ത് നിർഭാഗ്യകരമായ സംഭവം. എന്നാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം, യോഹന്നാൻ എന്ന് പറയുന്ന 4-ാമത്തെ സുവിശേഷം എഴുതിയ യേശുവിന്റെ അപ്പോസ്തലൻ ശിഷ്യൻ, അവന് യേശു കർത്താവ് തന്റെ അന്ത്യത്താഴ്വേളയിൽ തന്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയിട്ട്, ആ ശ്രീകുമാരൻ തമ്പിയൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാം. ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ ലോകത്തിലെ ഏക ഗുരു കർത്താവായ യേശു ക്രിസ്തു. അതിനുശേഷം അവൻ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും എന്ന് വിളിക്കുന്നു. ശിഷ്യനോട് ഒരു കാര്യം പറയുകയാ, നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും എന്ന് വിളിക്കുന്നു, അത് ശരിയാണ്. അവിടെ അവസാനിപ്പിച്ചില്ല ക്രിസ്തു. തന്റെ തിരുവചനങ്ങളിലൂടെ അവിടുന്ന് മൊഴിഞ്ഞു, ഞാൻ ഗുരുവും കർത്താവും ആണ്. ശരിയാണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും എന്ന് വിളിക്കുന്നു, അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ആശയം പൂർണ്ണമാ. ക്രിസ്തു അവിടെ നിർത്തിയില്ല. പിന്നെ അവിടുന്ന് പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 13:13. അപ്പൊ അവിടെ ക്രിസ്തു പറയുക തന്റെ ശിഷ്യരോട്, നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും എന്ന് വിളിക്കുന്നു, അത് ശരിയാണ് എന്ന് പറയുമ്പോൾ ആശയം വളരെ ക്ലിയറാ, പിന്നെ ഒന്നും പറയേണ്ടതില്ല. പക്ഷെ അവിടെ നിർത്താതെ കർത്താവായ യേശു ക്രിസ്തു തന്റെ തിരുവചനങ്ങൾ കൊണ്ട് മൊഴിഞ്ഞു, ഞാൻ ഗുരുവും കർത്താവുമാണ്. ഇത് കൂടുതൽ എങ്ങനെയാ ഒരാൾ ഞാൻ ദൈവമാണെന്ന് പറയുക? കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്. അതിലപ്പുറം ഒരു കാര്യം പറയാം. മത്തായി എന്ന് പറയുന്ന ആള്
ഒന്നാമത്തെ സുവിശേഷകൻ. അദ്ദേഹത്തിന്റെ സുവിശേഷത്തിന്റെ അവസാനം 28-ാം അധ്യായം 28-ാം അധ്യായമാണ് അതിലുള്ളത്. 18-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, ലോകത്തിലും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തന്റെ നാവ് കൊണ്ട് മൊഴിഞ്ഞതാ. ഒന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധിപനായിരിക്കാൻ, ഒരേ സമയം അധിപനായിരിക്കാൻ കഴിയുന്നവൻ ആര്? വളരെ ലളിതമായ ഉത്തരം, ദൈവമല്ലാതെ മറ്റാരുമല്ല. 100 ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ കയ്യിൽ വിശുദ്ധ ബൈബിളുണ്ട്. ആ വിശുദ്ധ ബൈബിൾ വാങ്ങി വായിച്ച് ഇത്തരം സത്യങ്ങൾ നിങ്ങൾക്ക് സ്വയമേവ ബോധ്യപ്പെടാവുന്നതാണ്. അതിലൂടെ നിങ്ങൾ മനുഷ്യരെ കൊല്ലുന്നവരാവുകയില്ല, മനുഷ്യരെ സ്നേഹിക്കുന്നവരാകും. ആരെയെങ്കിലും കൊല്ലാനോ സ്വയം മരിക്കാനോ തീരുമാനിച്ചിട്ടുള്ളവനാണെങ്കിൽ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് രക്ഷയുടെ വഴിയിലേക്ക്, സ്നേഹത്തിന്റെ വഴിയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ സ്വർഗീയ ദൂതാണ്, സ്നേഹദൂതാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ആ ബൈബിൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് വാങ്ങി വായിച്ച് നിങ്ങൾ കൂടുതൽ സത്യങ്ങൾ അറിയാൻ ശ്രമിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പറഞ്ഞു വന്നത് ഇതാണ്, കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനായ, ദൈവം തന്നെയായ ലോകരക്ഷകൻ, ഏകരക്ഷകൻ. അവനിലൂടെ പൂർത്തിയാക്കപ്പെട്ട, കാൽവരി കുരിശിൽ അവർ അർപ്പിച്ച ബലിയിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷാകർമ്മത്തിൽ പങ്കാളികളാകാൻ സകല മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. അതിന് ജാതിയും മതവും തടസ്സമല്ല, വർണ്ണവർഗങ്ങൾ തടസ്സമല്ല, സാമൂഹ്യ പദവിയും സാമ്പത്തിക സ്ഥിതിയും തടസ്സമല്ല. സകല മനുഷ്യരും യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ ബലിയുടെ സൗഭാഗ്യം അനുഭവിക്കാൻ അർഹതപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാ. എന്തുകൊണ്ടെന്നാൽ അവൻ കടന്നു വന്നപ്പോൾ സ്വർഗത്തിന്റെ ദൂതി പ്രകാരമായിരുന്നു, ഇതാ സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു പിറന്നിരിക്കുന്നു. ആ യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര ബലി സകല ജനതകൾക്കും വേണ്ടിയാ. ഇന്നുള്ള ഒരു ചെറിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യർക്ക് ചിന്തിക്കുന്നത് ക്രിസ്തു ക്രിസ്ത്യാനിയുടെ മാത്രമാണ് എന്നാണ്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ക്രിസ്തു ക്രിസ്ത്യാനിയുടെ മാത്രം മുതലല്ല, ക്രിസ്തു സകല മനുഷ്യരുടേതുമാണ്. ക്രിസ്തുവിന്റെ തിരുവചസ്സുകൾ അടങ്ങുന്ന ഈ വേദഗ്രന്ഥം, ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം കത്തോലിക്ക സഭയുടെയും ക്രിസ്ത്യാനികളുടെയും മതഗ്രന്ഥം അല്ല. പിന്നെയോ ഞങ്ങളത് മതഗ്രന്ഥമായി സ്വീകരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് സകലരുടെയും സത്യദൈവത്തിന്റെ സ്നേഹവചസ്സുകൾ, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സ്നേഹവചസ്സുകൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സ്നേഹം അറിയാനിടയാകട്ടെ. സകല മനുഷ്യരും പരസ്പരം സ്നേഹിക്കാനിടയാകട്ടെ. വർണ്ണവർഗങ്ങൾക്കും മത വ്യത്യാസങ്ങൾക്കും അതീതമായി മനുഷ്യരെന്ന നിലയിൽ നാം എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന ഒരു നല്ല ദിനം സംജാതമാകട്ടെ. അതിന് പ്രിയപ്പെട്ടവരെ ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്ക് സ്നേഹിക്കുന്നതിന് തടസ്സങ്ങളില്ല. നമ്മെ ബന്ധിച്ചിട്ടിരിക്കുന്ന തെറ്റിദ്ധാരണകളുടെയും അബദ്ധ സിദ്ധാന്തങ്ങളുടെയും അർത്ഥസത്യങ്ങളുടെയും അസത്യങ്ങളുടെയും ചങ്ങലകളാണ് നമുക്ക് തടസ്സം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന യേശുക്രിസ്തുവിന്റെ തിരുവചനം ഓർക്കാം. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആ സത്യം ക്രിസ്തുവാണ്. ആ സത്യം ക്രിസ്തുവിന്റെ വചനമാണ്. ആ വചനം സ്വന്തമാക്കുവാൻ, അങ്ങനെ സ്വതന്ത്രരാകുവാൻ, സ്വാതന്ത്ര്യത്തിന്റെ മധുരിമ അനുഭവിക്കുവാൻ, മനുഷ്യനെ സ്നേഹിക്കുവാൻ, ലോകത്ത് സ്വർഗരാജ്യം കെട്ടിപ്പടുക്കുവാൻ, രാഷ്ട്രീയക്കാരൻ പറയുന്ന പോലല്ല, മനുഷ്യർക്ക് പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, നമുക്ക് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ലോകത്തിൽ ഒരു സ്നേഹ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ കൈകോർക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എളിയ വാക്കുകൾ കേട്ടതിനേവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.